ബി.ജെ.പിയുടെ സുപ്രധാന രേഖകൾ ചോർന്നു. 2 ജീവനക്കാരെ പുറത്താക്കി. തിരുവനന്തപുരത്ത് ബി.ജെ.പി ആസ്ഥാനത്ത് മാരാർജി ഭവനിൽ ശുദ്ധീകരണം. പാർട്ടിയുടെ സുപ്രധാന രേഖകളും വിവരങ്ങളും ചോർന്നതോടെ സംസ്ഥാന ബി.ജെ.പി ആസ്ഥാനമായ മാരാർജി ഭവനിൽ ശുദ്ധീകരണം. രേഖകൾ പുറത്തായതിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന 2 ജീവനക്കാരെ ഒഴിവാക്കി. 3 പേർ കൂടി പുറത്താകും. പാർട്ടിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ പരിശോധിക്കാൻ മുൻ പ്രസിഡന്റ് കുമ്മനം രാജശേഖരനും ജേക്കബ് തോമസും അടങ്ങിയ അച്ചടക്ക സമിതിയുടെ തെളിവെടുപ്പ് നടക്കുമ്പോൾ മുറിയിലെ നിരീക്ഷണ ക്യാമറ ഓഫ് ചെയ്തിരുന്നു. ഓഫാക്കിയ വിവരം നിമിഷങ്ങൾക്കകം സാമൂഹിക മാധ്യമത്തിൽ പ്രചരിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഓഫീസ് ജീവനക്കാരുടെ പങ്ക് കണ്ടെത്തിയത്. പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് വിവരങ്ങൾ CPM പത്രത്തിലെത്തുകയും വാർത്തയാവുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് നിരീക്ഷണം ശക്തമാക്കിയത്. കുമ്മനം നയിക്കുന്ന അച്ചടക്ക സമിതിയുടെ അന്വേഷണ പരിധിയിൽ രേഖാചോർച്ചയും ഉൾപ്പെട്ടിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ജീവനക്കാരെ മാറ്റിയിരുന്നില്ല. ബി.ജെ.പിയിലെ ഫണ്ട് വിവാദത്തിന്റെ അടക്കം രേഖകൾ പുറത്തായതിലും ഇവർക്ക് പങ്കുണ്ടോ എന്ന് നേതൃത്വം സംശയിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ തിരിമറി ഉണ്ടായിട്ടില്ലെന്നും മാധ്യമ വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നുമാണ് നേതൃത്വം കഴിഞ്ഞ ദിവസവും വിശദീകരിച്ചത്. അച്ചടക്ക സമിതി വിപുലീകരിച്ച് മുൻ പ്രസിഡന്റ് P.K. കൃഷ്ണദാസിനെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പാർട്ടി ആസ്ഥാനത്ത് നടന്ന തെളിവെടുപ്പിൽ അദ്ദേഹം എത്തിയിരുന്നില്ല. ആരോപണം നേരിട്ട സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ തെളിവ് നൽകി. വിവിധ ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലെ വീഴ്ചയുടെ പേരിൽ നടപടികൾ തുടരുകയാണ്.